അപ്പോൾ ഹായ് ഗൈസ്, ഇന്ന് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാടത്തിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്രാവശ്യം നല്ലോണം കുളവാഴപ്പൂക്കളില്ലേ അത് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ പാടത്തേക്ക് എത്തി ആ ഒരു വഴിയാണിത്. നേരത്തെ വീടിൻ്റെ അതിലുള്ള വഴി, ഇത് പാടത്തിൻ്റെ സൈഡിലോട്ടുള്ള വഴി. അപ്പുറത്ത് കാണുന്നതാണ് പാടം. അപ്പോൾ ഇതാണ് നമ്മളുടെ പൂവ്, കുളവാഴപ്പൂവ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പൂവ്. നമ്മളെ മയിൽപ്പീലിയുടെ ഒക്കെ ഒരു നടുക്കൊക്കെ ഒരു കളർ വരില്ല, അതുപോലെ തന്നെ ഇതിന് വേറെ മോഡൽ പോലെ വന്നിരിക്കണം. അപ്പോൾ ഇപ്രാവശ്യം നല്ലോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി. എത്താ ദൂരത്തൊക്കെ നല്ലോണം ഇങ്ങനെ കട്ട കുത്തി നിന്ന് വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഉണ്ടാവാറില്ല, ഇപ്രാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇത്രയധികം ആദ്യമായിട്ടാണ് കാണുന്നത്, ഇത്രയധികം. പക്ഷെ ഇനിയും വിരിയാനുണ്ട്. ചിലയിടത്തൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇനിയും വിരിയാനുണ്ട് ഒരുപാട് സ്ഥലത്ത്. അപ്പോൾ കുഞ്ഞപ്പൂവും കൂടിയിട്ട് സൈഡിലോട്ട് നടന്നു പോവാൻ കേട്ടോ. അപ്പം നമ്മൾക്ക് കുറച്ചുകൂടി നടന്നാലേ അപ്പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നടന്നു പോയപ്പോൾ കണ്ടതാണ് ഈ ഒരു പൂവ്. അപ്പോൾ ചെറുതാണ്, നമ്മളെ അരിപ്പൂവല്ല, നമ്മളെ കാക്കപ്പൂവിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു വേർഷൻ. അപ്പം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്. നല്ലോണം പടർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ചെടി. ഇതിപ്പോൾ നമ്മൾ വരമ്പത്ത് കണ്ടതാണ് നമ്മൾ ഈ ചെടി കേട്ടോ. ഇപ്പം നമ്മൾ അപ്പുറത്തെ വശത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പുറത്തെ വശത്ത് ഒരു ചെറിയൊരു തോട്, അതിനകത്താണ് ഈ നിറച്ച് പൂക്കൾ. ഇപ്പുറത്തെ വശത്ത് അങ്ങനെ പൂക്കളായിട്ടില്ല, അതിൻ്റെ ചെടിയുണ്ട്, പടർന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ആ നടുക്ക് നല്ലോണം മീനുകൾ വെട്ടുന്നുണ്ട്. ഈ ഒരു വശത്ത് മാത്രമേ ഉള്ളൂ പൂവ്. ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ ഈ ഒരു വശത്ത് മാത്രമേ ഉള്ളൂ പൂവ്. അപ്പോൾ അപ്പൂണ് ആ നടന്നുകൊണ്ടിരിക്കണത്. അപ്പൂ നോക്കുമ്പോൾ ആയ ചെറിയ വെള്ളത്തിൽ നമ്മളെ ഇവിടെ തുപ്പൽ കുടിയൻ എന്ന് പറഞ്ഞൊരു മീൻ, അതിനാണ് അവൻ നോക്കണത് അതിലുണ്ടോയെന്ന്. എന്നിട്ടുണ്ട്, നമ്മളെ കണ്ടപ്പോൾ ആയിട്ടില്ല, ഇങ്ങനെ ചെടിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പാടത്തിൻ്റെ വേറൊരു വശം. ഹലോ ഗൈസ്, ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് പാടമുണ്ട്. ആ പാടത്തുള്ള കുളവാഴപ്പൂക്കളാണ്. നല്ലോണം ഉണ്ടല്ലേ? നല്ലോണം ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇത്രയും കാണുന്നത്. ആദ്യം ഇവിടെ താമര ഉണ്ടായിരുന്നു, പിന്നെ താമരൊന്നുമില്ല, കാണാറില്ല. പിന്നെ നല്ല മഴയൊക്കെ പെയ്ത് പാടത്തൊക്കെ വെള്ളമൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുളവാഴപ്പൂക്കളായിരിക്കും നിറച്ച് കാണാം. പക്ഷെ ഇത് നല്ലോണം ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറെ മീനൊക്കെ വെട്ടിട്ടുണ്ട്. എന്തായാലും ഭംഗിയുള്ള പൂവുണ്ട. ഇത് കുളവാഴപ്പൂക്ക് നല്ല ഭംഗിയുള്ളതാണ്. കണ്ടാ അവിടൊക്കെ കുറേ ഉണ്ട് കിടക്കുന്നുണ്ട്. അവിടൊക്കെ സൈഡ് ഇവിടെ വട്ടെത്തി കുറച്ചുണ്ട് ആ സൈഡ്. അങ്ങനെ നമ്മളിങ്ങനെ പാടത്തൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് നമ്മൾ കണ്ടത് മറ്റേ നമ്മളെ കാട്ടുതാറാവില്ലേ, അത് രണ്ടെണ്ണത്തിനെ കണ്ടിരുന്നു. അപ്പം നമുക്കൊന്ന് ആ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. പാടത്ത് എന്തായാലും അവരുണ്ടാവും, ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ അത്ര ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരിങ്ങനെ കറുത്ത പോലെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വെള്ളത്തിലുണ്ടായിരുന്നു. പിന്നെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കറുത്ത ഇതാണ് കണ്ടത്. പിന്നീട് മനസ്സിലാവുന്നത് നമ്മളെ തിത്തിരി പക്ഷിയില്ലേ അതാണെന്ന്. കുറച്ചും കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റ് നമുക്ക് കാട്ടുതാറാവിനെ കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് നമുക്ക് അവരെ കിട്ടിയിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ സൂം ചെയ്തെടുത്തതാണ്. അപ്പം രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണത്തിന് നമ്മൾ നേരത്തെ കണ്ടത്, പക്ഷെ തിത്തിരി പക്ഷി ഉണ്ടായിരുന്നു. അപ്പം ഇതും എനിക്ക് മാറിപ്പോയി.
കാലൊക്കെ ചെടിയിൽ പെട്ട് വലിയത്തിലത്. അപ്പൂന് പിന്നെ പോയി ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ വല്ലപ്പോഴേ പാടത്തേക്ക് പോവുള്ളൂ. വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചുണ്ടായിരുന്നുള്ളൂ പാടത്തേക്ക് പോകാനായിട്ടേ. പക്ഷെ ഇപ്പം മതിലും വീടുകളൊക്കെ വന്നാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്കപ്പോൾ റോഡ് വഴി പോകാൻ പറ്റുള്ളൂ. ഇതിനുള്ളിൽ മീൻ കുഞ്ഞുങ്ങളും ഉണ്ട്, തവള കുഞ്ഞുങ്ങളും ഉണ്ട്. എന്താടാ നമുക്ക് നേരെ നമ്മൾ അത്രയും കൊളവാഴപ്പൂക്കളുണ്ടല്ലോ അവിടേക്ക് ഒന്നൊന്നുകൂടി പോയി നോക്കാം. ഈ ചെളി കൂടെ പോണതാണ് ഏറ്റവും കഷ്ടം. അയ്യോ കാല് കിട്ടണില്ല. വീഴണ്ട. കാലെടുക്കാൻ പറ്റാത്തത്. ഞങ്ങൾ വല്ലപ്പോഴല്ലേ വരുള്ളൂ. അതെ, ഞങ്ങളൊന്ന് കാട്ടുകാരായനെ മര്യാദക്ക് കിട്ടോ നോക്കട്ടെ. വണ്ടിയൊക്കെ പോയിട്ടേ ഭയങ്കര കാല് കിട്ടിയില്ല. ഞങ്ങൾ അതിലേ കൂടെ വന്നിരുന്നത്. പക്ഷെ എന്തായെന്നറിയാം, അവിടെ കമ്പി വേലി കെട്ടിട്ട് അടച്ച്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഫ്രീ ആവുമ്പോൾ വൈകുന്നേരം വന്നായിരുന്നു പാടത്തേക്ക്. ഇങ്ങനെ തുറന്ന് കിടക്കണ പാടണേ. ഏറ്റത്ത് റോഡാണ്. പിന്നെ കണ്ടോ ഏറ്റത്ത് റോഡ്. അപ്പൊ പിന്നെ നമ്മള് ഒരു വെറുതെ ചുമ്മാ കാലത്തുള്ള വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വെറുതെ എല്ലാവരും പാടത്തൊക്കെ വന്നത് ഇവിടെ ഇരുന്നിരുന്നത്. പക്ഷെ എന്താണെന്നറിയാം, ഇവിടെ അവർ വെയിൽ കിട്ടിയാണ്. നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇതാണ് കാട്ടുതാറാവും തിത്തിരി പക്ഷി. എന്നിട്ടാണ് അത് തുപ്പിടിയാനോ തുപ്പിടിയാൻ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു തുപ്പിടിയാനെ പിടിച്ചു വെള്ളത്തിലേക്ക് കാണാൻ പറ്റില്ല. ചേച്ചി ഇത് പറഞ്ഞൊരൊറ്റ അപ്പം നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോയാണ്. അപ്പം നമ്മൾ വഴിയിൽ നിന്നിട്ട് ഒന്നുകൂടി നമ്മളുടെ പൂക്കളെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നടുക്ക് കൂടി ഇങ്ങനെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടേ. അതിൻ്റെ ഇപ്പുറത്ത് മാത്രമേ ഉള്ളൂ പൂക്കൾ, അപ്പുറത്ത് പൂക്കളില്ല, ഇപ്പുറത്ത് മാത്രമേ ഉള്ളൂ പൂക്കൾ. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇനിയും വരണം ഇങ്ങോട്ട് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ. പക്ഷെ അതിനെക്കാട്ടിലും നമുക്ക് നല്ലൊരു സമാധാനം, സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. ഇത് കാണുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും നല്ല കാറ്റുമുണ്ടേ. അപ്പോൾ അതേ നമ്മൾ ഇരുന്നിട്ട് എടുത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് പച്ച കളർ അങ്ങനെ അറ്റത്ത് കാണാൻ പറ്റണല്ലോ. മൊത്തം നമുക്ക് ഈ ഒരു പൂവിൻ്റെ കളർ മാത്രം കാണാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതാണ് ഞങ്ങൾ വീട്ടിലേക്കോട്ട് പാടത്തുനിന്ന് വീട്ടിലോട്ട് പോണ വഴി. അപ്പോൾ അത് റോഡ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് റോഡിൻ്റെ അറ്റം ഇരിക്കുള്ളൂ. ഒന്ന് പാടത്തിൻ്റെ അറ്റം റോഡാണ്. അപ്പോൾ ഇതാണ് റോഡ്. അതിൻ്റെ അപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറവുശാലയിൽ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ വിൽക്കണതും അറവുശാലയ്ക്കണതും. അതിൻ്റെ ഇപ്പുറത്താണ് പാടം. ഇതാണ് ആ റോഡ്. ഈ റോഡിൽ കൂടെ നിരവണം വീട്ടിലോട്ട്. പിന്നെ അവിടെ ഒരു റേഷൻ കട, വാട്ടർ ടാങ്ക്. അത് നേരെ പത്താഴക്കാട്, ഇത് നേരെ ആമണ്ടൂർ. വേണ്ട, ഇന്ന് നമ്മൾ റോട്ടിൽ നിന്ന് നമ്മളെ പാടത്തേക്കുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ അതേ അറ്റത്ത് നമ്മളെ പൂക്കൾ ഇങ്ങനെ
നിൽക്കുന്നുണ്ട്. ഈ വശത്തില്ല, അപ്പുറത്തെ വശത്തുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. കമ്പി വേലിയുടെ കെട്ടി ഇപ്പുറത്തെ വശത്തില്ല, അപ്പുറത്തെ വശത്ത് മാത്രമേ പൂക്കളുള്ളൂ. അല്ല ഇപ്പുറത്തെ വശത്ത് വരായിരിക്കും. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം എല്ലാവർക്കും ബായ്.